ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷൂസ് വ്ളോഗിലോട്ട് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയോട് എനിക്കൊരു ചെറിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് അവന് എന്നോട് ഗൾഫിൽ നിന്ന് വിളിച്ച് എന്നോട് പറഞ്ഞു, ഡാ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സമാധാനവും ഒരു കാര്യത്തിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം അവന് 2 കെട്ട് വീട് കെട്ടിയിട്ട് അവന് കുറച്ച് കടത്തിലായി. അതുകൊണ്ട് തന്നെ അവൻ ഗൾഫിൽ പോയി 2 കൊല്ലമായിട്ടും ഇതുവരയ്ക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ 2 മാസം കഴിഞ്ഞപ്പാടെ അവൻ ഗൾഫിലോട്ട് പോയി. അതുകൊണ്ട് തന്നെ അവൻ്റെ ഭാര്യയ്ക്ക് ഒരു ഭർത്താവിൻ്റെ സ്നേഹം എന്നുള്ള നിലയ്ക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ എപ്പോഴും അവനെ വിളിച്ച് വഴക്കായിരുന്നു. ഏട്ടൻ എന്താ ഇങ്ങനെ? ഏട്ടന് എന്നെക്കുറിച്ച് ഒരു താല്പര്യമില്ലേ? എന്നെക്കുറിച്ച് ഒരു ബോധമില്ലേ? കല്യാണം കഴിഞ്ഞ് എനിക്ക് ഇതുവരെ ഏട്ടനൊരു സ്നേഹം കിട്ടിയിട്ടില്ല എന്നൊക്കെ അവൻ വിളിച്ചപ്പോഴും അവളോട് പരാതിയായിരുന്നു. ഒരു ദിവസം ഞാൻ ഗൾഫിൽ അവൻ്റെ റൂമിലോട്ട് പോയപ്പോൾ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ അവൻ വീഡിയോ കോളാക്കി അവൻ്റെ ഭാര്യയെ എനിക്ക് കാണിച്ചു തന്നു. അവൻ്റെ ഭാര്യയ്ക്കും കാണിച്ചു കൊടുത്തു. അപ്പം തന്നെ എനിക്ക് അവൻ്റെ ഭാര്യയോട് ഒരു പ്രേമം തോന്നി. അവൻ്റെ ഭാര്യ, എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഭാര്യ പോലെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് നല്ല രീതിയിൽ ഒരു ആഗ്രഹം തോന്നി. അതായത് അവൻ്റെയൊക്കെ ഭാഗ്യം, ഇതുപോലുള്ള സുന്ദരി ചരക്കുന്ന നാട്ടിൽ വെച്ച് അവൻ എങ്ങനെയാണ് ഈ ദുബൈയിൽ വന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യണത് എന്ന് പോലും ഞാൻ ദിവസവും ആലോചിക്കും. അങ്ങനെ അവനൊരു ദിവസം എന്നോട് ഫോൺ വിളിച്ച് പറയുകയാണ്, ഡാ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നീയല്ല എൻ്റെ ഭാര്യയ്ക്ക് എന്ത് പ്രശ്നം വന്നെങ്കിൽ, എന്നിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിയെങ്കിൽ നീയാണല്ലോ അതിലൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കൽ. അതുകൊണ്ട് ഇതുപോലുള്ള ഒരു ചെറിയൊരു ആവശ്യം കൂടെ നീ എനിക്ക് ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താണ്? അത് പിന്നെ നീ ഏതായാലും നാട്ടിൽ പോകുന്നില്ലേ, ഞാൻ കുറച്ച് സാധനങ്ങൾ നിനക്ക് തരും. അത് നീ അവൾക്ക് കൊടുത്ത് ഒരാഴ്ച അവളുടെ കൂടെ നിന്നിട്ട് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്ത് അവളെ ഒറ്റപ്പെട്ട ഫീലിൽ നിന്നും നീ കുറച്ചൊന്ന് വളർത്തിയെടുക്കണം. അതായത് അവൾ ഒറ്റപ്പെട്ടില്ല, അവൾക്ക് ഭർത്താവിൻ്റെ കുറച്ചൊരു സ്നേഹം നീ എന്നിൽ നിന്നും എന്താണ് അവൾക്ക് കിട്ടാതെ പോയത്, അതൊക്കെ നീ ഒന്ന് ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ ഇന്നത്തെ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റ് എവിടെയാണ് എത്തിയെന്ന് വെച്ചെങ്കിൽ അവൻ അവൻ്റെ അമ്മയുടെ വീട്ടിലോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ പോയി അവിടെ ഒരാഴ്ച അവൻ എൻജോയ് ചെയ്തു. അമ്മയോട് പറയുകയാണ്, അതായത് അമ്മേ, എനിക്ക് ഒരാഴ്ച മാത്രമേ ലീവില്ലൂ, എനിക്ക് അത്യാവശ്യമായിട്ട് പോവേണ്ടതാണ്. അതുകൊണ്ട് അമ്മ ഒരിക്കലും സങ്കടപ്പെടേണ്ട, ഞാൻ 4 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് അമ്മ സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ അവൻ്റെ അമ്മയുടെ കൂടെ ഒരാഴ്ച നല്ല രീതിയിൽ ലീവൊക്കെ എൻജോയ് ചെയ്തു. അമ്മയുടെ കൂടെ അമ്പലത്തിലൊക്കെ പോയി അമ്മയ്ക്ക് വേണ്ട എല്ലാം. അമ്മയെ ഒരാഴ്ച വീട്ടിൽ അവൻ ഇരുത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവൻക്ക് ആകെയുള്ളത് അവൻ അമ്മയായിരുന്നു. അവൻ്റെ അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് അവൻ ഇതുവരെ ഒരു കല്യാണം കഴിച്ചിട്ടില്ല. അമ്മയുടെ ക്യാൻസർ വന്നെങ്കിൽ പൂർണ്ണമായി മാറണം, അല്ലെങ്കിൽ അമ്മയുടെ കാലശേഷം മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് അവൻ വാശി പിടിച്ചതാണ്. അങ്ങനെ ആ അമ്മയ്ക്ക് അവൻ സ്വർഗം കൊടുത്തു. അതായത് അവൻ അമ്മയെ വേണ്ടടുത്ത് കറങ്ങാൻ കൊണ്ടുപോയി അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളും ഒക്കെ തന്നെ. അമ്മ ഒരു സോഫ സെറ്റ്, അതായത് 74,000 രൂപയുടെ ഒരു സോഫ സെറ്റ് അമ്മയ്ക്ക് വലിയൊരാഗ്രഹമായിരുന്നു. ഞാൻ ഫർണിച്ചർ കടയിൽ പോയിട്ട് ആ ഒരു സോഫ സെറ്റും ഒക്കെ തന്നെ ഞാൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു. എനിക്ക് നല്ല സന്തോഷമായിരുന്നു ഈ നാട്ടിൽ വന്നത്. എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയുടെ കൂടെ, അതായത് അതിലയുടെ കൂടെ എൻ്റെ ടൈം ഫുള്ളും എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം എനിക്ക് ഭാര്യ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയുടെ കൂടെ, അവളെന്ന് പറയുന്ന ഒരു തങ്ക കൂടായിരുന്നു. അതായത് ഞാൻ എഴുന്നേറ്റ ഉടനെ എനിക്ക് ചായയും പത്രങ്ങളും ഒക്കെ തന്നെ ആക്കി വെക്കും. വൈകുന്നേരം ചായക്ക് കൂട്ടാൻ ബുൾസയും കായും ഒക്കെ തന്നെ എൻ്റെ ശരീരം നല്ല രീതിയിൽ നോക്കുന്ന ഒരു പെണ്ണായിരുന്നു. എനിക്ക് അവളെ അങ്ങനെ നല്ല രീതിയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് അവന് ഇവളെ വിട്ട് അവിടെ നിൽക്കാൻ തോന്നുന്നത്? ഇവന്റെ മനസ്സ് സമ്മതിക്കണം. അതുമാത്രമല്ല, എങ്ങനെയാണ് വേറൊരു പയ്യനോട് അവന്റെ ഭാര്യയെ നോക്കാൻ വേണ്ടി പറയാൻ വേണ്ടി അവൻക്കൊരു ഇത്? എനിക്കാണെങ്കിൽ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും വീട്ടിൽ നിന്ന് ചായ കുടിക്കുമ്പോഴും ഒക്കെ തന്നെ അവളോടുള്ള ചിന്ത മാത്രം. അതായത് അവളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അവൾ എനിക്ക് മെസ്സേജ് പോലും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് എൻ്റെ നമ്പറും എനിക്ക് അവളുടെ നമ്പറും അറിയില്ലായിരുന്നു. അങ്ങനെ 8ാമത്തെ ദിവസം ഒരു ഉച്ച ടൈം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഒരു 7 മണിയാകുമ്പോൾ എഴുന്നേറ്റു. അപ്പം തന്നെ ഞാൻ വേഗം തന്നെ അവളുടെ അടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു 9 മണിയാകുമ്പോഴേക്കും ഞാൻ അവളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ചെന്നിറങ്ങി. അങ്ങനെ ഫസ്റ്റ് തന്നെ എനിക്ക് നാണക്കേടായി. എന്താണെന്ന് വെച്ചാൽ, എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം ഒന്നും അറിയുന്നില്ല. അതായത് അവളെ ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് വിചാരിച്ച് കാണും, അല്ല അവൾക്ക് ഇനി എന്നെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പുറത്ത് നല്ല മഴയായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ കാർ ഷെഡിൽ വേഗം ചെന്ന് അവിടെ നിന്നു.
എന്നിട്ട് മെല്ലെ എൻ്റെ സാധനങ്ങളും പാസ്പോർട്ടും ഒക്കെ തന്നെ എടുത്ത് ഞാൻ ഇവിടെ നിന്നാണ് രണ്ടാമത് വീണ്ടും ഗൾഫിൽ പോകാൻ പ്ലാൻ ചെയ്തത്. വീട്ടിൽ നിന്ന് ഗൾഫിൽ പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് നല്ല മഴ, അത് നല്ല തണുത്ത മഴയും തണുത്ത ഇളം കാറ്റും നല്ലൊരു, അതായത് ചപ്പാറുന്ന മഴയായിരുന്നു. അവളുടെ സിറ്റ് ഔട്ടിൽ മുഴുവനും മഴ വന്നിങ്ങനെ ചാരുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പും. ഞാൻ അപ്പം തന്നെ ആദ്യം കോളിംഗ് ബെല്ലിൻ്റെ അടുത്ത് കൈവച്ചു. അയ്യോ, എന്ത് ഞാൻ പറയും, ഞാൻ എന്താ അവരോട് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെല്ലെ കോളിംഗ് ബെല്ലൊന്ന് അമർത്തി. അപ്പോൾ ബെല്ലടിഞ്ഞു. പിന്നെ ആരും ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. നല്ല മഴയായത് കൊണ്ട് തന്നെ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും തന്നെ കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ പെട്ടെന്ന് ആ ജനലിലുണ്ടായിരുന്ന കർട്ടൻ ആരോ നീക്കി എത്തിയോക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോഴേക്കും അത് അവളായിരുന്നു. അവൾ എന്നെ കണ്ടില്ലെങ്കിലും എനിക്ക് അവളെ കാണാമായിരുന്നു. ഞാൻ വീണ്ടും ബെല്ലടിച്ചപ്പോൾ അവൾ മെല്ലെ തന്നെ കതക് തുറന്നു. അപ്പം തന്നെ അവൾ എന്നെ കണ്ടു. ഞാൻ വിചാരിച്ചു അവൾ ഇനി എൻ്റെ മൈൻഡ് ചെയ്യില്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ച് എനിക്ക് എന്തൊക്കെയോ പോലെയായിരുന്നു. അവളാണെങ്കിൽ വേഗം തന്നെ ഏട്ടാ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അവളാണെങ്കിൽ സാരിയൊക്കെ കമഴ്ത്തി വെച്ച് തലയിൽ തോർത്തെടുത്ത് കുളിച്ച് വന്നതായിരുന്നു. അതായത് അവൾ എവിടെയോ പോയിട്ടുണ്ടായിരുന്നു. അവൾ വന്ന് കയറിയതും അവൾ മീതെ തുണിക്കുപ്പായൊക്കെ ആറിടുകയായിരുന്നു. കാരണം ഉച്ചക്ക് നനച്ചു വെച്ചത് പിന്നെ പോവാനുണ്ടായിരുന്നോണ്ട് അവൾക്കത് ആറിടാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ ആറിടുന്നതുകൊണ്ട് തന്നെ മഴയാണല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ശബ്ദം നേരെ കേട്ടില്ലായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. എന്നെ വേഗം തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എത്ര ദിവസമായി ഞാനൊന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ വിചാരിച്ചു 7-8 മണിയാകുമ്പോൾ ഇനി ചേട്ടൻ വരില്ല, എന്നെ പറ്റിച്ചതാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അല്ല, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഏട്ടനോട് നിങ്ങളുടെ കാര്യം പറയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, അതില്ലേ മോളെ, നിന്നെ ഞാൻ അങ്ങനെ പറ്റിക്കോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളുടെ ചെണ്ടയൊക്കെ പിടിച്ച് അമർത്തുകയാണ്. അവളുടെ മനസ്സിലും അവളുടെ പുറത്തുമുള്ള ചിരിയൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം പോലെ. കാരണം എന്നെ ഒരു പെൺകുട്ടി ഇത്രയധികം സ്നേഹിക്കുന്നു. അതായത് അവളുടെ കാണാനെങ്കിൽ നല്ല ചുരുണ്ട, നല്ല സ്ട്രൈറ്റ് മുടിയും നല്ല ഐലാഷൊക്കെയുള്ള കണ്ണും നല്ല മെലിഞ്ഞ രീതിയിലുള്ള നല്ല ഷേപ്പുള്ള ചുണ്ടും നല്ല വെളുവെളുത്ത സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി. അവളുടെ മനസ്സിൽ എനിക്ക് ഇത്രമാത്രം സ്ഥാനം ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ കിളി പോയി. ഞാൻ ഈ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ ഏട്ടൻ എന്താ വേണ്ടത്, ഏട്ടൻ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിച്ചു. ഇല്ല ഏട്ടൻ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് അവൾ എന്നെ ഉള്ളിലോട്ടേക്ക് കയറ്റി അവിടെ സോഫയിൽ എത്തി. എൻ്റെ പുറത്തുണ്ടായിരുന്ന ബാഗും പെട്ടിയും എൻ്റെ കൊടയും ഒക്കെ തന്നെ അവൾ ഉള്ളിലോട്ട് എടുത്തു വെക്കുമ്പോൾ എൻ്റെ മനസ്സിലാകെ ലഡു പൊട്ടുന്നത് പോലെ. അതായത് ഇവളെന്നെ മയക്കി വീഴ്ത്തുന്നു. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ പിന്നെ എനിക്ക് അവളൊരു ജ്യൂസൊക്കെ തന്നു. ഞാൻ അവിടെ TV വെച്ചു. പെട്ടെന്ന് അവൾ പറഞ്ഞു, ഏട്ടാ ഇടിമുട്ടുന്നുണ്ട്, നമുക്കൊന്ന് TV ഓഫ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. അങ്ങനെ അവൾ തന്നെ TVയുടെ സ്വിച്ച്, AC-യുടെ വയറും ഒക്കെ തന്നെ അവൾ ഊരുകയാണ്. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അയ്യോ ഏട്ടാ ഇടിമുട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ, ഒക്കെ ഇടിയെ പേടിയാണോ? ആ, എനിക്ക് ഇടിയെ പേടിയാണ്. അങ്ങനെ ദൂരെ സോഫയിലിരിക്കുന്നുണ്ടായ അവള് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഷോൾഡറിൽ തല വെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് എൻ്റെ കൈകൾ മെല്ലെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കിളികൾ ഒക്കെ പോവുകയാണ്. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. എനിക്ക് ഇവളോടുള്ള പ്രേമം കൂടിക്കൂടി വന്നു. എനിക്ക് വേണ്ടാത്ത പല ചിന്തകളും ഇവളോട് തോന്നി. അതായത് അവൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഏട്ടാ എന്താണെന്ന് വെച്ചാൽ ഇന്ന് പുറത്ത് നല്ലൊരു ഇടിയാണ്. എനിക്ക് ഇന്ന് ഏട്ടൻ്റെ കൂടെ കിടക്കണം. ഏട്ടൻ ഇന്ന് എൻ്റെ കൂടെ കടന്നേ പറ്റൂ. ഞാൻ ചോദിച്ചു, നിൻ്റെ കൂടെയോ? അതെ ഏട്ടാ. എന്നിട്ട് എൻ്റെ കൈയൊക്കെ പിടിച്ചു. എനിക്ക് ഫുള്ളും കുളിരൊക്കെ കയറാൻ തുടങ്ങി. ഇവളെന്താണ് ഇങ്ങനെ? അങ്ങനെ എന്നോട് പറഞ്ഞു, ഏട്ടാ ഏട്ടൻ എൻ്റെ കൂടെ കിടക്കില്ലേ? ഞാൻ പറഞ്ഞു, നിനക്ക് പേടിയാണെങ്കിൽ പിന്നെ എന്താണ്, ഞാൻ നിൻ്റെ കൂടെ കിടക്കാം. അങ്ങനെ നമ്മൾ രണ്ടുപേരും, അവൾ കുളിച്ചതായിരുന്നു, ഞാനും വേഗം ചെന്ന് കുളിച്ച് ആ റൂമിലോട്ട് ഞാൻ കിടന്നു. അങ്ങനെ അവൾ വേഗം തന്നെ നല്ല റൂം ഫ്രഷ്നറൊക്കെ ഉപയോഗിച്ച് റൂമിലൊക്കെ നല്ല മണമായിരുന്നു. അങ്ങനെ ഞാൻ വേഗം തന്നെ ആ റൂമിൽ കിടന്നു. അവൾ എൻ്റെ അടുത്ത് വന്ന് കിടന്ന് അവൾ എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ, എനിക്ക് എന്ത് പറയണം എന്ന് പറ്റാത്ത അവസ്ഥ. അങ്ങനെ അവൾ വേഗം തന്നെ പുതപ്പൊക്കെ ഇട്ട് എന്നെ ഒന്ന് പുതപ്പിൻ്റെ ഉള്ളിലൂടെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവിടെ നടന്നത് വലിയൊരു കലാശക്കെട്ടായിരുന്നു. കാരണം പോയത് അവളുടെ മാത്രമല്ല, എൻ്റെ കൺട്രോൾ പോയിപ്പിക്കുന്നത് അവളാണ് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് മനസ്സിലായി ഇവൾക്ക് എന്നെക്കാട്ടും കൂടുതൽ താല്പര്യം ഇവൾക്കാണ് എന്നുള്ളത്. കാരണം ഭർത്താവ് പോയി 2 കൊല്ലമായിട്ട് ഇവളൊരു വിരൽ പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ അവൾക്ക് അവളുടെ ഭർത്താവിനെ മറക്കാൻ വേണ്ടിയിട്ടുള്ള
ഒരു 7 ദിവസത്തെ സ്വർഗം തന്നെ ഞാൻ അവൾക്ക് കൊടുത്തിട്ടായിരുന്നു ഞാൻ ആ ഗൾഫിലോട്ട് വീണ്ടും മടങ്ങിയത്. അവൾ എനിക്ക് ഓരോ ദിവസവും വിളിക്കാൻ തുടങ്ങി. 4 മാസം കഴിഞ്ഞ് ചേട്ടൻ എൻ്റെ വീട്ടിൽ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതായിരുന്നു ഇന്നത്തെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് ആയിരിക്കും ഈ വാട്സപ്പ് നമ്പർ എന്തിനാണ് ഇവിടെ കൊടുത്തതെന്ന് വെച്ചാൽ, ഈ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പിൽ